ഇന്ത്യയുടെ ഗ്രാൻഡ് മാസ്റ്ററായ ആർ പ്രജ്ഞാനന്ദയ്ക്കൊപ്പം ചെസ് കളിച്ച് തമിഴ്നാട് മുഖ്യമന്ത്രി വിജയ്. നോർവേ ചെസ് ടൂർണമെൻറ്റിൽ ചരിത്ര കിരീട നേട്ടത്തിന് പിന്നാലെയാണ് ചെന്നൈയിലെ സെക്രട്ടേറിയറ്റിൽ മുഖ്യമന്ത്രിയെ കാണാൻ പ്രജ്ഞാനന്ദ എത്തിയത്. നോർവേ ചെസ് കിരീടം നേടിയതിൽ അഭിനന്ദിക്കാനാണ് പ്രജ്ഞാനന്ദയെ മുഖ്യമന്ത്രി കണ്ടത്. പ്രജ്ഞാനന്ദയെ കണ്ടപ്പോൾ തന്നെ ചെസ് ബോർഡ് എടുത്തുകൊണ്ടുവരൂ, നമുക്കൊന്ന് കളിക്കാം എന്ന് വിജയ് അറിയിക്കുകയായിരുന്നു. വിജയുമായുള്ള സൗഹൃദ മത്സരത്തിൽ പ്രജ്ഞാനന്ദ വിജയിച്ചുവെങ്കിലും മുഖ്യമന്ത്രി വിജയ് നന്നായി കളിച്ചുവെന്ന് പ്രജ്ഞാനന്ദ പറഞ്ഞു. പ്രജ്ഞാനന്ദ തന്നെ തോൽപ്പിച്ചത് ചിരിച്ചുകൊണ്ടാണ് വിജയ് കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ചത്. മുഖ്യമന്ത്രി പ്രജ്ഞാനന്ദയ്ക്കൊപ്പം ചെസ് കളിക്കുന്ന വീഡിയോകളും ഫോട്ടോകളും സോഷ്യൽ മീഡിയയിൽ വൈറലാണ്. നോർവേ ചെസ് കിരീട നേട്ടത്തിനുള്ള തമിഴ്നാട് സർക്കാരിൻ്റെ പാരിതോഷികമായ 50 ലക്ഷം രൂപ മുഖ്യമന്ത്രി വിജയ് പ്രജ്ഞാനന്ദയ്ക്ക് സമ്മാനിച്ചു. പ്രജ്ഞാനന്ദയുടെ കുടുംബാംഗങ്ങളും കായിക മന്ത്രി ആദവ് അർജുനയും ഒപ്പമുണ്ടായിരുന്നു. തമിഴ്നാട്ടിൽ കായിക താരങ്ങൾക്ക് വിജയ് സർക്കാർ വേണ്ട രീതിയിൽ പരിഗണന കൊടുക്കുന്നുണ്ട് എന്ന സൂചനയാണ് ഇതിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്നത്. നോർവേ ചെസ് ടൂർണമെൻറ്റിൽ കിരീടം നേടുന്ന ആദ്യ ഇന്ത്യക്കാരൻ എന്ന അപൂർവ നേട്ടമാണ് ഈ 20-കാരനായ പ്രജ്ഞാനന്ദ സ്വന്തമാക്കിയത്. ഓസ്ലോയിൽ നടന്ന ടൂർണമെൻറ്റിൻ്റെ അവസാന റൗണ്ടിൽ ജർമ്മനിയുടെ വിൻസെൻ്റ് കീമറെ പരാജയപ്പെടുത്തിയാണ് പ്രജ്ഞാനന്ദ ഈ സ്വപ്ന നേട്ടം നേടിയെടുത്തത്. 18 പോയിൻറ്റുകൾ നേടിയാണ് അദ്ദേഹം ഒന്നാം സ്ഥാനത്തെത്തിയത്. വിശ്വനാഥൻ ആനന്ദ്, ഡി ഗുഗേഷ് തുടങ്ങിയ ഇതിഹാസ താരങ്ങൾക്ക് പോലും സാധിക്കാത്ത നേട്ടമാണ് ഈ ചെറിയ പ്രായത്തിൽ തന്നെ പ്രജ്ഞാനന്ദയ്ക്ക് കൈവരിക്കാൻ കഴിഞ്ഞത്. ലോക 1-ാം നമ്പർ താരം മാഗ്നസ് കാൾസനെ ക്ലാസിക്കൽ ചെസ്സിൽ 2 തവണ പരാജയപ്പെടുത്തുന്ന രണ്ടാമത്തെ ഇന്ത്യക്കാരനായി പ്രജ്ഞാനന്ദ മാറി. ഇതിനു മുമ്പ് വിശ്വനാഥൻ ആനന്ദ് മാത്രമാണ് ഈ നേട്ടം കൈവരിച്ചിട്ടുള്ളത്.